ലെയ്ത്തിന്റെ പ്രിവെൻറ്റീവ് മെയിൻ്റനൻസിനെ കുറിച്ചാണ് ഈ സെഷനിൽ നമ്മൾ പഠിക്കുന്നത്. ഈ സെഷൻ്റെ അവസാനത്തോടെ നിങ്ങൾക്ക് മെഷീൻ്റെ കണ്ടീഷൻ പരിശോധിക്കാനും ഗിയർ ബോക്സിൻ്റെ ഓയിൽ ലെവൽ പരിശോധിക്കാനും പ്രിവെൻറ്റീവ് മെയിൻ്റനൻസിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാനും കഴിയും. മെഷീൻ്റെ ആയുസ് വർദ്ധിപ്പിക്കാനും അപ്രതീക്ഷിതമായ ബ്രേക്ക് ഡൗണുകൾ ഒഴിവാക്കാനുമാണ് കൃത്യമായ ഇടവേളകളിൽ മെഷീൻ എക്യുപ്മെൻറ്റുകളിൽ പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് നടത്താറുള്ളത്. എക്യുപ്മെൻറ്റിൻ്റെ കോംപ്ലക്സിറ്റി കണക്കിലെടുത്താണ് കൃത്യമായ ഇടവേളകൾ സൂക്ഷിക്കുന്നത്. പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് മെഷീൻ്റെ ആയുസ് വർദ്ധിപ്പിക്കാനും അപ്രതീക്ഷിതമായ ബ്രേക്ക് ഡൗണുകൾ കുറയ്ക്കാനും സഹായിക്കുന്നു. അങ്ങനെ ഉൽപ്പന്നത്തിൻ്റെ അക്യുറസി തുടർച്ചയായി നിലനിർത്തുന്നു. മെയിൻ്റനൻസിൽ ഡിഫറൻറ്റ് വോളിയം ഓഫ് വർക്ക് അനുസരിച്ച് കൃത്യമായ ഇടവേളകളിൽ നടത്തിവരുന്ന പ്രിവെൻറ്റീവ് മെയിൻ്റനൻസിനെ 4 കാറ്റഗറികൾ അല്ലെങ്കിൽ സ്റ്റേജുകളായി തരംതിരിക്കാം. ഇവ ഓരോന്നും സീക്വൻസായി പറയാം. ഇതിലെ ആദ്യ കാറ്റഗറി ഇൻസ്പെക്ഷൻ ആണ്. ഇതിനെ 1 എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാം. സ്മോൾ റിപ്പയർ S, മീഡിയം റിപ്പയർ M, കംപ്ലീറ്റ് ഓവർഹോൾ C എന്നും അടയാളപ്പെടുത്താം. ഈ റിപ്പയറുകൾ പെർട്ടിക്കുലർ എക്യുപ്മെന്റുകൾക്കായി ഒരു വെൽ ഡിഫൈൻഡ് സീക്വൻസ് ആയി നടത്തുന്നു. ഇൻസ്പെക്ഷനിൽ ഉൾപ്പെടുന്ന ഘട്ടങ്ങളാണ് ഇനി പറയുന്നത്. എല്ലാ സ്പീഡുകളിലും ഫീഡുകളിലും എല്ലാ മെക്കാനിസങ്ങളുടെയും ശരിയായ പ്രവർത്തനത്തിനായി എക്സ്റ്റേണൽ ഇൻസ്പെക്ഷൻ നടത്തണം. സുഗമമായ സ്ലൈഡിംഗ്, ബ്രേക്കുകൾ, ലെഡ് നട്ട് പ്ലേ എന്നിവയുടെ കപ്ലിങ്ങുകൾ, ക്ലച്ചുകൾ, സ്പിൻഡിൽ ബെയറിങ്ങുകൾ, വെഡ്ജുകൾ, ക്ലാമ്പിംഗ് പ്ലേറ്റുകൾ എന്നിവയുടെ നിയന്ത്രണവും ക്രമീകരണവും ശ്രദ്ധിക്കണം. ഗൈഡ്സിൽ നിന്ന് ഓയിൽ, കൂളന്റ് ഫിൽട്ടറുകൾ, ലൂബ്രിക്കേറ്റിംഗ് ഡിസ്ട്രിബ്യൂട്ടറുകൾ, ചിപ്സ് അല്ലെങ്കിൽ ഡസ്റ്റ് റിമൂവേഴ്സ് എന്നിവ വൃത്തിയാക്കൽ. എല്ലാ ബോൾട്ടുകളും നട്ടുകളും ടൈറ്റ് ചെയ്ത് ഡാമേജ് ആയവ മാറ്റി സ്ഥാപിക്കുന്നു. ഓയിൽ റീപ്ലേസ് ചെയ്യുന്നു. സ്മോൾ റിപ്പയറിൽ ഇൻസ്പെക്ഷന് കീഴെ വരുന്ന സ്റ്റെപ്പുകൾ കൂടാതെ ഇനി പറയുന്നവയും കൂടി ഉൾപ്പെടുന്നു. അമിതമായി പഴകിയതോ ചീത്തയായതോ ആയ 2 മുതൽ 3 വരെ യൂണിറ്റുകൾ ഡിസംബിൾ ചെയ്യുക. ഈ യൂണിറ്റുകൾ പാർട്ടായി ഡിസംബിൾ ചെയ്യുക. പാർട്ടുകൾ നന്നായി കഴുകുക. പഴകിയ പാർട്ടുകൾ റീപ്ലേസ് അല്ലെങ്കിൽ റീ അസംബ്ലി ചെയ്യുക. യൂണിറ്റുകൾ റീ അസംബ്ലി ചെയ്യുക. ആവശ്യമായ റെഗുലേഷനുകളോടെ ഇൻസ്പെക്ഷനിൽ സൂചിപ്പിച്ചിരിക്കുന്ന വിവിധ നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുക. ആവശ്യമെങ്കിൽ ഗൈഡ് സർഫസുകളിൽ ഓയിൽ പോക്കറ്റുകൾ പുനഃസ്ഥാപിക്കുക. മീഡിയം റിപ്പയറിൽ സ്മോൾ റിപ്പയറുകളുടെ എല്ലാ ഓപ്പറേഷനുകളും ഉൾപ്പെടുന്നു. എന്നാൽ സ്മോൾ റിപ്പയറുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇതിൽ കുറച്ച് കൂടുതൽ യൂണിറ്റുകൾ ഉൾപ്പെടുന്നു. അവ പാർട്ട് വൈസ് ഡിസബിൾ ചെയ്ത് റിപ്പയർ ചെയ്യുകയും റീ അസംബിൾ ചെയ്യുകയും ചെയ്യുന്നു. എല്ലാ ഗൈഡ് സർഫസുകളും സ്ക്രാപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഗ്രൈൻഡ് ചെയ്യുക. മെഷീന്റെ എക്സ്റ്റേണൽ അൺമെഷീൻ സർഫസ് റിപ്പെയിന്റിംഗ് നടത്തുന്നു. റിപ്പയറിംഗിന് ശേഷമുള്ള മെഷീൻ ചാപ്റ്റർ 10 നൽകിയിരിക്കുന്ന അക്യുറസി ടെസ്റ്റ് ചാർട്ടുകൾ അനുസരിച്ച് പരിശോധിക്കുന്നു. കംപ്ലീറ്റ് ഓവർഹോൾ ചെയ്യുക വഴി മീഡിയം റിപ്പയറിംഗിന്റെ എല്ലാ ഓപ്പറേഷനുകളും ഇതിൽ ഉൾപ്പെടുന്നു. എന്നാൽ ഓരോ യൂണിറ്റും പാർട്ട് വൈസ് ആയി ഡിസേബിൾ ചെയ്യുന്നു. ജീർണിച്ച ഭാഗങ്ങളിൽ ഭൂരിഭാഗവും മാറ്റി പുതിയവ റീപ്ലേസ് ചെയ്യുന്നു. പിന്നീട് മെഷീൻ അസംബിൾ ചെയ്യുന്നു. മെഷീന്റെ ഫൗണ്ടേഷൻ ചെക്ക് ചെയ്ത് ആവശ്യമെങ്കിൽ അത് റിപ്പയർ ചെയ്യുന്നു. എല്ലാ ഗൈഡ് സർഫസും ഗ്രൈൻഡിങ്ങോ സ്ക്രാപ്പിങ്ങോ ചെയ്യുന്നു. പ്രിവെന്റീവ് മെയിൻ്റനൻസിന്റെ സ്റ്റെപ്പുകൾ നമുക്ക് വിശദമായി നോക്കാം. മെയിൻ പവർ പോയിന്റിൽ നിന്ന് മെഷീൻ ഓഫ് ആക്കണം. കൂടാതെ നിങ്ങൾ മെയിൻ്റനൻസ് ഇൻസ്പെക്ഷൻ നടത്തുന്നതിനിടെ ആരെങ്കിലും മെഷീൻ ഉപയോഗിക്കാതിരിക്കാൻ ഔട്ട് ഓഫ് ഓർഡർ ടാഗ് ഫിറ്റ് ചെയ്യുക. സൈഡ് കവർ തുറന്ന് ഡ്രൈവിംഗ് ബെൽറ്റുകൾ ചെക്ക് ചെയ്യുക. ബെൽറ്റുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അമിതമായ വിള്ളലുകളോ ജീർണിച്ചതുപോലെയോ കണ്ടാൽ അത് റീപ്ലേസ് ചെയ്യേണ്ടതാണ്. ബെൽറ്റുകളുടെ ടെൻഷൻ പരിശോധിക്കുക. ബ്രേക്ക് കണ്ടീഷനുകൾ പരിശോധിക്കുക. ലെയ്ത്ത് ഓണാക്കി കുറച്ചു മിനിറ്റ് നേരത്തേക്ക് ലെയ്ത്ത് പ്രവർത്തിപ്പിക്കുക. വിസർ മെയിൻ ഗിയർ ബോക്സിൽ ലൂബ്രിക്കന്റ് ഓയിലിന്റെ ലെവൽ പരിശോധിക്കുക. ആവശ്യമെങ്കിൽ ഗിയർ ഓയിൽ റീഫിൽ ചെയ്യുക. എല്ലാ ഓട്ടോമാറ്റിക് ഫീഡിംഗ് മൂവ്മെന്റുകളും ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് റണ്ണിംഗ് ടെസ്റ്റ് സമയത്ത് ചെക്ക്. ടെയിൽ സ്റ്റോക്ക് ലോക്കിംഗ് കണ്ടീഷൻ പരിശോധിക്കുക. 2 ലിവറുകളും ശരിയായി ലോക്ക് ചെയ്തിരിക്കണം. ടോപ്പ് ബെഞ്ച് ലൂബ്രിക്കന്റ് മാനുവൽ പമ്പ് പരിശോധിക്കുക. സ്ലൈഡിംഗ് ബെഞ്ചിലേക്ക് ഓയിൽ വരുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ലിവർ വലിക്കുക അല്ലെങ്കിൽ പൗച്ച് ചെയ്യുക. ലൂബ്രിക്കന്റ് ഓയിൽ ടാങ്കിന്റെ ലെവൽ പരിശോധിക്കുക. ബെഞ്ച് ലൂബ്രിക്കേഷൻ നോക്കുക. ഗൺ ഓയിലർ ഉപയോഗിച്ച് ലൂബ്രിക്കേറ്റ് ചെയ്യുന്നതിന് ആവശ്യമായ ചില പ്രധാന പോയിന്റുകൾ നോക്കാം. കൂളന്റിന്റെ അളവ് പരിശോധിച്ച് ആവശ്യമെങ്കിൽ റീഫിൽ ചെയ്യുക.
ഓരോ 4 മാസത്തിലും അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ആകുമ്പോൾ ടാങ്ക് എംപ്റ്റി പൊസിഷനിലാക്കി പുതിയ കൂളന്റ് നിറയ്ക്കുക. റീഫില്ലിംഗ് പ്രോസസ് നടത്തുമ്പോൾ നിങ്ങൾ കൂളന്റുമായി സമ്പർക്കത്തിൽ വരുന്ന സാഹചര്യം ഒഴിവാക്കണം. കയ്യിൽ റബ്ബർ ഗ്ലൗസ് ധരിച്ചിരിക്കണം. കൂളന്റ് ടാങ്കിന്റെ അടിഭാഗത്ത് ഏതെങ്കിലും സോളിഡ് സെഡിമെന്റ്സ് ഉണ്ടോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തണം. സോളിഡ് സെഡിമെന്റ്സ് ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യുക. കൂളന്റ് ടാങ്ക് എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കാൻ ശ്രമിക്കുക. ലെയ്ത്ത് പ്രവർത്തിപ്പിച്ച് കൂളന്റ് ശരിയായി സപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. കണ്ടീഷൻ അറിയുന്നതിനായി പ്രധാന പവർ കേബിൾ പരിശോധിക്കുക. ഡാമേജ് ഉണ്ടെങ്കിൽ അത് റീപ്ലേസ് ചെയ്യേണ്ടതുണ്ട്. എല്ലാ എക്സ്റ്റേണൽ സ്വിച്ചുകളുടെയും കണ്ടീഷൻ പരിശോധിക്കുക. ഡാമേജ് ആയ എല്ലാ സ്വിച്ചുകളും റിപ്പയർ ചെയ്യുകയോ റീപ്ലേസ് ചെയ്യുകയോ വേണം. എല്ലാ ലിമിറ്റ് സ്വിച്ചുകളുടെയും കണ്ടീഷനുകൾ പരിശോധിക്കുക. അവ അതാത് പൊസിഷനുകളിൽ സ്ട്രോങ് ആയിരിക്കണം. ഒരു ലൂസ് അല്ലെങ്കിൽ ഡാമേജ് ലിമിറ്റ് സ്വിച്ച് മെഷീനിൽ തുടർച്ചയായി തകരാർ സൃഷ്ടിക്കാൻ വരെ ഇത് കാരണമായേക്കാം. വർഷത്തിലൊരിക്കൽ ആവശ്യമായ പ്രിസിഷൻ സെന്റർ ടെയിൽ സ്റ്റോക്കും ഹെഡ് സ്റ്റോക്കുമായുള്ള അലൈൻമെന്റ് പരിശോധിക്കുന്നത് ഉചിതമായിരിക്കും. സെന്ററുകൾക്കിടയിൽ ഒരു ടോട്ടൽ പാരലൽ ബാർ ഘടിപ്പിച്ച് ഒരു ഡയൽ ഇൻഡിക്കേറ്റർ ഉപയോഗിച്ചാൽ സെന്ററിലെ കൃത്യമായ പാരലലിസം നിർണ്ണയിക്കാൻ സാധിക്കും. ലെയ്ത്തിന്റെ പ്രിവെന്റീവ് മെയിൻ്റനൻസ് എന്ന വിഷയത്തിൽ ഈ സെഷന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുകയാണ് നമ്മൾ. ഇപ്പോൾ നിങ്ങൾക്ക് മെഷീന്റെ കണ്ടീഷൻ പരിശോധിക്കാനും ഗിയർ ബോക്സിന്റെ ഓയിൽ ലെവൽ പരിശോധിക്കാനും പ്രിവെന്റീവ് മെയിൻ്റനൻസിന്റെ പ്രാധാന്യം മനസ്സിലാക്കാനും കഴിഞ്ഞുവെന്ന് പ്രതീക്ഷിക്കുന്നു.